ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. ആം ആദ്മി പാർട്ടി ട്രഷറർ എൻ ഡി ഗുപ്ത, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് എന്നിവരുടെ വീടുകളിലാണ് ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരായി മറ്റൊരു കേസിൽ കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് വ്യക്തമാകുന്നത്. ആം ആദ്മി പാർട്ടിയുമായി ഏറെ അടുപ്പമുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ മുൻ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 12 പേരുടെ വസതികളിലും ഓഫീസുകളിലുമായാണ് ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിന്റെ വസതിയിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. കൂടാതെ ഡൽഹി ജൽ ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥൻ ശലഭ് കുമാറിന്റെ വസതിയിൽ റെയ്ഡ് നടത്തുന്നു. ആം ആദ്മി പാർട്ടിയുടെ ട്രഷററും രാജ്യസഭാംഗവും ആയ എൻ ഡി ഗുപ്തയുടെ വസതിയിലും റെയ്ഡ് നടത്തുന്നുണ്ട്. ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഈ അന്വേഷണം നടത്തുന്നത്. ഈ ഡൽഹി ജൽ ബോർഡിന്റെ ടെൻഡർ നടപടികളിൽ കൃത്രിമം നടന്നു എന്നും അർഹത ഇല്ലാത്ത ഒരു കമ്പനിക്ക് ടെൻഡർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത്. ഡൽഹി സർക്കാരിന്റെ ആന്റി കറപ്ഷൻ ബ്രാഞ്ചും ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 38 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഇടപാടിൽ ഉണ്ടായ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. നേരത്തെ തന്നെ ഡൽഹി മദ്യനയ അഴിമതി അടക്കമുള്ള കേസുകൾ നേരിടുന്ന ആം ആദ്മി പാർട്ടി അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നതിനിടെയാണ് ഡൽഹി ജൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾക്കെതിരായ അന്വേഷണം നടത്തുന്നത്. എസ് കെ. ഓക്കെ ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്നാണ് ബൽറാം ടെലിഫോണിൽ ചേർന്നത്.